എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ അസ്സലാമു അലൈക്കും. ഈ കാണുന്നത് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണാക്കി എടുത്തിട്ട് ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് സ്റ്റൗവിൽ വെച്ച് ഉരുക്കിയെടുക്കണതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉരുകി കിട്ടും ചെയ്യും. പൊടിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ പിന്നെ ടൈമും ഗ്യാസും ഒക്കെ ലാഭിക്കാനും പറ്റും. ശർക്കരപ്പാനി ഞാൻ കുറച്ചും കൂടി ടൈം ഇങ്ങനെ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാനാണ് ഈ ശർക്കരപ്പാനി റെഡിയാക്കുന്നത്. നമ്മളിത് ആദ്യം സിമ്മിൽ വെച്ചിട്ട് വേണം. എന്നിട്ട് പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതാ നെയ്യപ്പത്തിന് അരി കുതിർത്തെടുത്തതും അതിലേക്ക് കഴുകിയിട്ട് പിന്നെ ചെറിയ ജീരകവും ഏലക്കായും ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല, കഴുകിയ വെള്ളം തന്നെ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇത്തിരി വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം മാവിൽ വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഇത് ചെറിയൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാൻ. ചെറുതായിട്ട് പറ്റ നൈസാക്കാതെ ചെറിയൊരു തരി ഇങ്ങനെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ വേണം. ഇനി ഇതിലോട്ട് നല്ല ചൂടിൽ തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം കുറച്ച് വെള്ളമായിട്ടില്ലെങ്കിൽ മാവ് വെള്ളം കൂടി പോകും. നെയ്യപ്പത്തിന് നല്ല കട്ടിയുള്ള മാവാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പും ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദപ്പൊടിയാണ്, അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് പിന്നെ ഇളക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ മറന്നുങ്ങാണ്ട് ഒന്നിച്ചിട്ടുകൊണ്ട് എനിക്കത് കട്ടയൊക്കെ ഉടഞ്ഞിട്ടാൽ കുറേ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി മൈദപ്പൊടി ചേർക്കുമ്പോൾ. അപ്പോൾ അതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇളക്കിയിട്ട്. കുറേ നേരം ചെയ്യേണ്ടി വന്നു. പിന്നെ അതിലേക്ക് ചിക്കൻ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കണ്. അതിന് ഞാൻ ഉള്ളി തക്കാളിയൊന്നും വാട്ടിയിട്ടില്ല, പുതിയ ഒരു ഇതാണ് ഉണ്ടാക്കണത്. സവാള അങ്ങനെ ചെറുതാക്കി നുറുക്കിയതും തക്കാളി നുറുക്കിയതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും പിന്നെ തേങ്ങ കണ്ടില്ലേ നന്നായിട്ടും വറുത്തരച്ചാണ്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകവും ഇത്ര ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ എല്ലാം വറുത്തിട്ടാണ് പൊടികളും ഇട്ട് കൊടുത്തിട്ട് വറുത്ത് നല്ല നൈസായിട്ട് അരച്ചു കൊടുത്ത് ഇതിൽ ഈ ചിക്കനിൽ ഇതും കൂടി ചേർത്ത് നല്ലോണം യോജിപ്പിച്ച് ഒരമണിക്കൂർ ഇത് ഇങ്ങനെ ഒക്കെ ഒന്ന് പിടിച്ചിട്ടാൻ വെച്ച് കൊടുക്കണം. എന്നിട്ടാണ് കുക്കിംഗ് പോട്ടിൽ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അരമണിക്കൂറെങ്കിലും അങ്ങനെ നമ്മളെല്ലാം ചേർത്തിട്ട് നല്ലോണം അങ്ങനെ ഒന്ന് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം കുറച്ച് നേരം. എന്നിട്ടാട്ടോ വേവിക്കണ്ടേ. പിന്നെ അതിലേക്ക് ഉള്ളിയും താളിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളി. അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നെയ്യപ്പം അങ്ങോട്ട് ചുട്ടെടുക്കാം. ഇതുപോലുള്ള ചട്ടിയാണെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ നന്നായിരിക്കും. എണ്ണയൊക്കെ കുറവായിരിക്കും, നല്ല എണ്ണ പിടിച്ചാതെ എളുപ്പം നല്ലതാണ് ഇങ്ങനത്തെ ചട്ടിയിൽ നെയ്യപ്പമൊക്കെ ചൂടുന്നത് കേട്ടോ. അപ്പോൾ അത് എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനത്തെ പലഹാരമൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ചിക്കൻ കറിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഒന്നൊഴിച്ചിട്ട് അത് മോൾക്ക് ഇങ്ങോട്ട് പൊന്തി വന്നിട്ട് അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി തമ്മിൽ ഒട്ടി പിടിച്ച് വെക്കും.
ഞാനിങ്ങനെ 3 ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ കറി നെയ്യപ്പം കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. തേങ്ങ വറുത്തരച്ച കറിയും കൂട്ടി കഴിക്കാനായിട്ട് കറി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് എളുപ്പത്തിലും ആവും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ട്. ഓക്കെ, താങ്ക് യു.